ഹലോ. അപ്പോൾ അത് നല്ലൊരു ഗുഡ് മോർണിംഗോട് കൂടി നമ്മുടെ പണിയൊക്കെ ചെയ്യാം. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ട്. ഒരാൾ ചേട്ടൻ വണ്ടിയിൽ പോയി കൊച്ചിനെ കൊണ്ട് അംഗനവാടി കൊണ്ട് ആക്കിയിട്ടാണ് നമ്മൾ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് കുളിച്ച് റെഡിയായിട്ട് ചോറ് കഴിച്ച് മാറിക്കിടക്കും. ആരെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിലോ നമ്മൾ ചെയ്യേണ്ട ജോലിയുള്ള സമയമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് മാറിയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഒന്ന് അടിച്ച് തൂത്ത് തുടച്ച് വെക്കുക. ചോറൊക്കെ നമ്മൾ റേഷനരി ആകൊണ്ടിട്ട് പെട്ടെന്ന് വേകും. അപ്പോൾ ഒരു 11 മണിയൊക്കെ ഇട്ടാലും മതി. പിന്നെ കറി ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് തൂത്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് തൂത്തെടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും വീടിനകത്ത്. ആൾക്ക് അങ്ങനെ കളിപ്പാട്ടം ഉണ്ടെങ്കിലും കളിപ്പാട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആൾക്ക് നമ്മൾ പേപ്പർ കൊണ്ട് ചെറിയ ബോൾ ഉണ്ടാക്കുക, ഈർക്കിൽ, അങ്ങനെ സ്പൂണ്, ഇടിയപ്പത്തിൻ്റെ ചില്ല്, അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. പുട്ടുകുറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ TV ഇല്ല. TV ഞങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടിട്ട് ഞങ്ങളത് തല്ലി പൊട്ടിച്ചു. അതുകൊണ്ട് പിന്നെ നന്നാക്കാൻ നിന്നില്ല. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത് വരുമ്പോഴാണ് മനുഷ്യൻ്റെ ഊപ്പാട് പോണത്. പിന്നെ ഡെയിലി തുടക്കാറില്ല, കാരണം നമ്മൾ രണ്ടുപേരേ ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ അധികം അഴുക്ക് അങ്ങനെ വരാറില്ല. അതുകൊണ്ടിട്ട് നമ്മൾ ഒന്നരാടമൊക്കെയാണ് തുടക്കണം കേട്ടോ. അപ്പോൾ തുടച്ച് പകുതിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കളിപ്പാട്ടമൊക്കെ അടുക്കി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ അടുക്കി വെക്കും. ആളൊരു 3:30 ആകുമ്പോൾ വരും. നമ്മൾ എടുത്ത് എവിടെയാണോ അടുക്കി വെച്ചത് അവിടെ നിന്നെല്ലാം എടുത്ത് വലിച്ച് വാരിക്കൊണ്ട് നടുക്ക് കൊണ്ടുവന്നിടും. പിന്നെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കണ്ട കുതിരയും കസേരയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അടുക്കളയിൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും കുറേ പാത്രം കഴുകാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചുമ്മാ പറഞ്ഞ കേട്ടാ, വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. നമ്മൾ രാവിലെ ചായ കുടിച്ച പാത്രം വരെയുണ്ട് അടുക്കളയിൽ. രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയായിരുന്നു, പിന്നെ കൊച്ചിന് ചെറുപയറും പുഴുങ്ങിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഞാനും കഴിച്ചു. അപ്പം അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി രണ്ടാമത് ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് അടിച്ച് തൂത്തെടുത്തിട്ടുണ്ട്. 2-3 മാസത്തെ പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട്. ചിലപ്പോൾ ഞാനുള്ളപ്പോൾ അവരുണ്ടാവില്ല, അവരുള്ളപ്പോൾ ഞാനും ഉണ്ടാവില്ല വീട്ടിൽ. അപ്പം അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്നുകൂടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ചിക്കൻ കറിയാണ് കേട്ടോ ചൂടാക്കി വെച്ചേക്കണത്. ഞാൻ പറഞ്ഞ സാധനം ഇതാണ്, പ്ലാസ്റ്റിക് ഒരു കുന്നുണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.